ഉത്തർപ്രദേശിലെ അസൻപൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു സുനിത കൗൾ എന്ന ആ കൗമാരക്കാരി ജീവിച്ചിരുന്നത്. അവൾ പഠിത്തത്തിൽ വളരെ മികച്ചൊരു കുട്ടിയായിരുന്നു. സ്കൂളിലെ മികച്ചൊരു വിദ്യാർത്ഥിനിയാണ്, ക്ലാസ് ലീഡറാണ്. മാത്രമല്ല കലാ, കായിക, സാംസ്കാരിക എല്ലാ പ്രവർത്തനങ്ങളിലും സുനിത കൗൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത്രയേറെ ആക്റ്റീവായ ഒരു കുട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ സുനിത കൗൾ. സുനിത കൗളിന്റെ ചരിത്രം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി കേട്ടോ. ഈ സുനിത കൗളിന് അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തെ മരിച്ചുപോയ, ചെറുപ്പത്തിൽ എന്തോ അസുഖ കാര്യങ്ങളൊക്കെ വന്നിട്ട് സുനിത കൗളിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ സുനിത കൗൾ താമസിക്കുന്നത് അമ്മയുടെ കൂടെയാണ്. ഗ്രാമത്തിലെ ആ ചെറിയ വീട്ടിൽ സുനിത കൗളും അമ്മയും സന്തോഷകരമായി അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയൽപ്പക്കത്തെ വീടുകളിലുള്ള ആളുകളൊക്കെ സുനിത കൗളിനോട് വലിയ വാത്സല്യം കാട്ടാറുണ്ട്. കാരണം അച്ഛനില്ലാത്തൊരു കുട്ടിയല്ലേ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. ഒരു അച്ഛനില്ലാത്ത കുട്ടിയുടെ പ്രയാസങ്ങൾ ആ കുട്ടിക്ക് മാത്രം അറിയുന്ന കേസാണ്. അയൽപ്പക്കത്തുള്ള രാംകുമാർ സ്നേഹം കാണിക്കാറുണ്ട്, അപ്പുറത്തുള്ള സുജിത് സിംഗ് സ്നേഹം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളായ സുനിത, ഗീത, അങ്ങനെ എല്ലാവരും ഈ കുട്ടിയോട് വലിയ രീതിയിൽ സ്നേഹം കാണിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ നഷ്ടപ്പെട്ടു എന്നൊരു ബോധം പലപ്പോഴും ആ കുട്ടിക്ക് തോന്നാറില്ല. അത് എന്തായാലും അയൽവാസികളുടെ ഒരു ഗുണം തന്നെയാണ് നമുക്ക് പറയാം. മാത്രമല്ല ഇവരൊക്കെ ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്ന് അമ്മയോടും സുനിതയോടും ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അയൽപ്പക്കത്തുള്ള രാംകുമാർ എന്ന ആ ചേട്ടന് വല്ലാത്തൊരു വാത്സല്യമാണ് ഈ കുട്ടിയോട്. മാത്രമല്ല ആ ചേട്ടൻ ഇടക്കിടക്ക് വരാറുണ്ട്, വീട്ടിലെ അമ്മയെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പരിചയങ്ങളൊക്കെ എന്തായാലും സുനിത രാംകുമാറിന് ഈ വീടുമായിട്ടുണ്ട്. അങ്ങനെ സുനിത കൗളിന്റെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനില്ല എങ്കിൽ പോലും ആ ഒരു കുറവ് താൻ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെറിയ 18 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 2026 പുതുവർഷം വരുന്നത്. നാട്ടിലെങ്ങും ആഘോഷമാണ്, ആളുകളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. അന്നാണെങ്കിൽ സുനിതക്ക് സ്കൂളും ഇല്ല, വീട്ടിൽ തനിച്ചേ ഉള്ളൂ. അമ്മ കാലത്ത് പുതുവർഷാന്ന് വെച്ച് അമ്മക്ക് അന്നത്തെ ദിവസം ഒഴിവൊന്നുമില്ല, അമ്മ കാലത്ത് തന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അന്നത്തെ ദിവസം രാംകുമാർ എന്ന ആ അയൽവാസി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരാറുണ്ട്, അമ്മയെ കാണാറുണ്ട്, അമ്മയോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ അയൽവാസി വ്യാഴാഴ്ച സുനിതയുടെ വീട്ടിലേക്ക് വരുന്നത്. വന്നപ്പോ തന്നെ അദ്ദേഹം അല്പം ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, അദ്ദേഹം 2 അടിച്ചിട്ടുണ്ട്, അല്പം മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആള് മദ്യപിച്ച് എല്ലാ സ്വബോധങ്ങളും നഷ്ടപ്പെട്ട രീതിയിലാണ് സുനിതയുടെ വീട്ടിലേക്ക് വന്നത്. സുനിതയുടെ അമ്മയെ ചോദിച്ചു, അമ്മ ജോലിക്ക് പോയതാണ്, ഇപ്പൊ സുനിത മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ ജോലിക്ക് പോയതാണ്, തനിക്കിന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് താൻ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് ഒരു മകള് പറയുന്ന പോലെ രാംകുമാറിനോട് സുനിത കൗൾ മറുപടി നൽകി. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സുനിത കൗൾ എന്ന ആ കൗമാരിക്കാരി വീടിനകത്തേക്ക് പോയി. സ്വാഭാവികമായിട്ടും അമ്മ ഇല്ല എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഈ രാംകുമാർ മടങ്ങി പോകണ്ടാണ്. പക്ഷെ രാംകുമാർ മടങ്ങി പോയില്ല. രാംകുമാർ അവിടെ നിന്നു. എന്നിട്ട് ചുറ്റുവട്ടവും കൃത്യമായിട്ടാണ് അയാളൊന്ന് നിരീക്ഷിച്ചു. ആരൊക്കെ ഇവിടെ ഉണ്ട്, ആരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ആരൊക്കെ നോട്ടങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചുറ്റുവട്ടം ഇയാളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു. അതിനുശേഷം ഇയാൾ സുനിത കൗൾ എന്ന കൗമാരിക്കാരിയുടെ ആ വീടിനകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ സുനിത കൗൾ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീല് കാണുന്നു, പുതിയ വ്ളോഗ് കാണുന്നു, പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നു. ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുനിത കൗൾ. ഇതൊന്നും ആ കുട്ടി ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്തായാലും രാംകുമാർ പതുങ്ങി വന്നിട്ട് ഈ 54-കാരനായ രാംകുമാർ പിന്നിലൂടെ വന്നിട്ട് മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുനിത കൗളിനെ ഒറ്റപ്പെടുത്താം. അയാൾ മുറുക്കി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് സുനിത കൗളിന്റെ ചീക്കില് അയാള് ഒരു 54 വയസ്സുകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അയാൾ ചെയ്തു. അയാൾ ഒരു മുത്തം നൽകി, അല്ലെങ്കിൽ ഉമ്മ വെച്ചു എന്നൊക്കെ പറയാം. മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുനിത ഇത് കണ്ട് ഞെട്ടിപ്പോയി. അവള് നെട്ടിച്ചെറിച്ചു പോയി. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്യ പുരുഷൻ തന്നെ സ്പർശിക്കുന്നത്. അതോ തന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാള്, അയാളാണ് ഇപ്പണി ചെയ്തിരിക്കുന്നത്. സുനിത പെട്ടെന്ന് വിറച്ചുപോയി. സുനിത തിരിഞ്ഞു നിന്നിട്ട് അയാളോട് പറഞ്ഞു, എന്ത് വൃത്തികേടോ താൻ കാണിക്കുന്നത്, ഇറങ്ങടോ പുറത്ത്, വെള്ളടിച്ച് വന്നാൽ വയറ്റ് കിടക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുനിത ലൗഡായിട്ട് സംസാരിച്ചു അയാളോട്. ലൗഡായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ടും ഇത് തടയാൻ ശ്രമിക്കും. സുനിതയുടെ വായ പൊത്തിപ്പിടിച്ചു.
എന്നിട്ട് ഇയാള് അതിനുശേഷം സുനിതയെ അവൾ ഇരുന്നിരുന്ന ആ ബെഡിലേക്ക് തട്ടിയിട്ടിട്ട് ഇയാൾ ബലാത്സംഗത്തിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. സുനിത ആ റൂമിൽ നിന്ന് ഇയാളെ തള്ളി മാറ്റി ഓടി. ഇയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. ഇയാളും സുനിതയെ പിന്നാലെ കൂടി. വീടിന്റെ ആ കോറിഡോറിൽ വെച്ച് സുനിതയെ ഇയാൾ വീണ്ടും പിടിച്ചു. വീണ്ടും ഇയാൾ ഒരു ബലാത്സംഗത്തിനുള്ള ശ്രമമാണ് സുനിതയോട് ചെയ്യുന്നത്. ആ സമയത്താണ് സുനിതയുടെ കയ്യിൽ വീടിന് മൂലയിൽ ചാരി വെച്ചിരുന്ന ആ കോടാലി കിട്ടുന്നത്. സുനിതക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ അവൾ കൊല്ലപ്പെടും. ഇയാൾ അവളെ ശാരീരികമായി ഉപദ്രവിക്കുകയും മുതലെടുക്കുകയും ഒരു പക്ഷേ ഇയാൾ അവളെ കൊല്ലാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. സുനിതക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. കയ്യിൽ കിട്ടിയതാണെങ്കിലോ മഴു മാത്രം, വേറെ ഒന്നും നോക്കിയില്ല. ആത്മരക്ഷാർത്ഥം സുനിത തിരിഞ്ഞു നിന്നിട്ട് ആ മഴു എടുത്തിട്ട് ഇയാളെ തലക്ക് നോക്കി ഒരൊറ്റ വെട്ട്. ബലാത്സംഗം ചെയ്യാൻ മദ്യപിച്ച് മതോന്മതനായി എത്തിയ രാംകുമാർ ഒറ്റ വീഴ്ച തീർന്നു. ഒറ്റ വെട്ടിന് തന്നെ ഇയാൾ തീർന്നു എന്ന് മനസ്സിലാക്കിയ സുനിത ഭയന്ന് പറിച്ചുപോയി. പാവം കുട്ടിയാണ്, മനഃപൂർവ്വം ചെയ്തതല്ല, ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇത് ആരോട് എങ്ങനെ പറയും, ആരെ എങ്ങനെ കൺവിൻസ് ചെയ്യും? ആ കുട്ടിയാണെങ്കിൽ ഈ എല്ലാ കാര്യത്തിലും ആക്റ്റീവായ ഒരു കുട്ടിയാണ്. ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ പടി പോലും കയറിയിട്ടില്ല. ആദ്യമായിട്ട് ആ കുട്ടി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ നേരിടാൻ പോവുകയാണ്. അതിന്റെ ഭയം സ്വാഭാവികമായിട്ടും കുട്ടിക്കുണ്ട്. ഈ ആഞ്ഞു വെട്ടുന്ന സമയത്ത് ഈ രാംകുമാർ വലിയ രീതിയിൽ നിലവിളിച്ചു. ഈ നിലവിളിച്ചത് അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ കേട്ടു. ഏതായാലും അവരൊക്കെ ഓടി വന്നു. രാംകുമാറിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അയൽപ്പക്കത്തുള്ള എല്ലാവരും ഓടി വന്ന് കണ്ടത് രാംകുമാർ മരിച്ചു കിടക്കുന്നതാണ്. തിരിച്ചറിയാനാവാത്ത വിധം രാംകുമാറിന്റെ തല നെടുക പിളർന്നിരുന്നു. ഒരൊറ്റ വെട്ടിനാണ് ഇത്. രാംകുമാറിന്റെ ഭാര്യ ബഹളം വെച്ചു. അവിടെ ഇരുന്ന് കരഞ്ഞു, നിലവിളിച്ചു, നെഞ്ചത്തടിച്ചു, തലയിലടിച്ചു. ഒരു രക്ഷയില്ല. രാംകുമാർ മരിച്ചു കഴിഞ്ഞു. പക്ഷെ സുനിത പതറില്ല. സുനിത കാര്യങ്ങളൊക്കെ രാംകുമാറിന്റെ ഭാര്യയോടല്ലാതെ അവിടെ വന്നിട്ടുള്ള എല്ലാ അയൽവാസികളോടും പറഞ്ഞു. അപ്പോഴാണ് സുനിതക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. രാംകുമാർ ഇത്തരം സ്വഭാവ വൈകല്യം ഉള്ള ആളാണെന്ന് അയൽക്കാരുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാംകുമാർ കൊല്ലപ്പെട്ടെങ്കിലും അയൽവാസികളൊക്കെ സുനിതയുടെ കൂടെ നിന്നു. അതിനിടക്കാണ് സുനിത ഞെട്ടിത്തെറിക്കുന്ന വേറൊരു ന്യൂസ് കേട്ടത്. ഈ രാംകുമാറിന് സുനിതയുടെ അമ്മയുമായിട്ടും ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ധൈര്യത്തിലാണ് അയാൾ ഒരു പക്ഷെ ആ വീട്ടിൽ വന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആരുമില്ലാത്ത സമയത്ത് സുനിതയെ ലക്ഷ്യമാക്കി വന്ന അയാളുടെ വരവ് ഒടുക്കത്തെ വരവായി പോയി. മദ്യപിച്ച് മതോന്മതനായി പുതുവത്സരം ആഘോഷിക്കാൻ നിന്ന രാംകുമാറിന് അത് ഒരു ഒന്നൊന്നര പുതുവത്സര ആഘോഷമാക്കി സുനിത മാറ്റിക്കൊടുത്തു. പിന്നെ ഒട്ടുമെങ്കില്ല സുനിത ആരുടെ ഉപദേശത്തിനും കാത്തു നിന്നില്ല. സുനിത പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയി സുനിത കീഴടങ്ങി. പോലീസുകാരുടെ സുനിത ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അയൽപ്പക്കത്ത് വന്ന് പോലീസ് അന്വേഷിച്ചു, ചുറ്റുപാടും പോലീസ് അന്വേഷിച്ചു. അപ്പോൾ പോലീസിന് മനസ്സിലായത് ഇത് ഒരു പ്രതിരോധത്തിനിടെ സംഭവിച്ച ഒരു കയ്യബദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം രാംകുമാറിന്റെ ഇത്തരം സ്വഭാവം വൈകല്യങ്ങളൊക്കെ ആ ഗ്രാമത്തിന് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. എന്തായാലും നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ഞരമ്പ് രോഗിയായ രാംകുമാർ എന്ന ആളുടെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും സുനിതയുടെ വക്കീല് പറഞ്ഞിരിക്കുന്നത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് ഇത് എന്ന്, മനഃപൂർവ്വം കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ല എന്നും കോടതിയെ ബോധ്യപ്പെടുത്തും എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നോക്കല്ലേ. ആ പെൺകുട്ടിയുടെ ധൈര്യത്തിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഇത്തരത്തിൽ 3-4 സുനിതമാര് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള കയറിപ്പിടുത്തങ്ങളും പിന്നിലൂടെ വന്നുള്ള തോടലും മാന്തലും ഇതിനൊക്കെ നല്ല കുറവുണ്ടാവും തന്നെയാണ് നമ്മുടെ നിരീക്ഷണം. എന്തായാലും പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അങ്ങനെ പെണ്ണ് ആണുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അതും ലൈംഗികപരമായിട്ട് തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റിയ ആള് തന്നെയാണ് സുനിത. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.